ബെൽജിയത്തിലെ ആന്റ്വെർപ്പ് പട്ടണത്തിൽ നിന്നും 5:44 പുറപ്പെട്ട ട്രെയിനിൽ നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. IC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്റർസിറ്റി ട്രെയിനാണ്. 40 യൂറോയുടെ ടിക്കറ്റ് എടുത്താണ് കയറിയിരിക്കുന്നത്. 1.5 മണിക്കൂർ കൊണ്ട് ആംസ്റ്റർഡാമിൽ എത്തുമെന്നാണ് അറിഞ്ഞത്. പക്ഷേ പലപ്പോഴും സമയം തെറ്റിക്കുന്ന ട്രെയിൻ എന്ന പേരുദോഷമുണ്ട് ICക്ക്. ആന്റ്വെർപ്പിൽ നിന്നും 1 മണിക്കൂർ ഇടവിട്ട് ആംസ്റ്റർഡാമിലേക്ക് ട്രെയിനുണ്ട്. നെതർലൻഡ്സിലെ പ്രധാന പട്ടണമാണ് ആംസ്റ്റർഡാം. മിക്ക സീറ്റിലും ആളുണ്ട്. ഇന്റർസിറ്റി ലക്ഷറി ട്രെയിനൊന്നുമല്ല, സാധാരണക്കാർ യാത്ര ചെയ്യുന്ന വണ്ടിയാണ്. സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റാണ് ഇത്. പുറത്തെ മിക്കവാറും കാഴ്ചകൾ പകർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കാഴ്ചകൾ ഓരോന്നും വിടാതെ ചിത്രീകരിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ചില ടണലുകളുടെ ഇരുട്ടിലൂടെ ട്രെയിൻ കടന്നുപോകും, വീണ്ടും വെയിലിലേക്ക് പ്രവേശിക്കുന്നു. ഒരു ഭാഗത്ത് ഹൈവേയുടെ കാഴ്ചയാണ്. ഗ്രാമങ്ങളാണിത്. പലരും ട്രെയിനിലിരുന്ന് ഉറങ്ങുന്നു. ചിലർ മൊബൈൽ ഫോണിന്റെ ലോകത്താണ്. മൊബൈൽ വ്യാപകമായതോടെ ട്രെയിൻ യാത്രക്കാർ പരസ്പരം കാണാറുപോലുമില്ലെന്ന് പറയാം. ബെൽജിയത്തിന്റെ അവസാനത്തെ സ്റ്റേഷനുകളിൽ ഒന്നിലേക്ക് വണ്ടിയെത്തി. നോർദർ കെമ്പൻ സ്റ്റേഷൻ. വിജനതയിൽ ഒരു സ്റ്റേഷൻ. ഇവിടെ ആളിറങ്ങാനുണ്ടെന്ന് പോലും തോന്നുന്നില്ല. ട്രെയിൻ അല്പനേരം നിർത്തിയിട്ടു. സിറ്റിയുടെ ഭാഗം തന്നെയാണെന്ന് തോന്നുന്നു. 1-2 മിനിറ്റിന് ശേഷം ട്രെയിൻ വീണ്ടും ചലിച്ചു തുടങ്ങി. ബെൽജിയത്തിന്റെ വടക്കേ അറ്റമാണ്. ഇനി അധിക ദൂരമില്ല നെതർലൻഡ്സിന്റെ അതിർത്തിയിലേക്ക്. ബെൽജിയത്തിന്റെ ഏറ്റവും വടക്കുള്ള പട്ടണമാണ് ആന്റ്വെർപ്പ്. അത് പിന്നിടുന്നതോടെ ഡച്ച് പ്രദേശങ്ങളിലേക്കെത്തും. അതുകൊണ്ട് തന്നെ ഡച്ചാണ് ഈ ഭാഗത്തൊക്കെ ആളുകൾ സംസാരിക്കുന്ന ഭാഷ. ബെൽജിയത്തിൽ നിന്ന് നെതർലൻഡ്സിലേക്ക് കടക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായ ഒരു വ്യത്യാസവും കാണില്ല. ഒരൊറ്റ സമതലമായി കിടക്കുകയാണത്. ചെറുഗ്രാമങ്ങൾ, ട്രക്കുകൾ നിറഞ്ഞു കിടക്കുന്ന ചെറിയ വ്യവസായ കേന്ദ്രങ്ങൾ, ഉയർന്നു നിൽക്കുന്ന വിൻഡ് മില്ലുകൾ, വെളിം പ്രദേശങ്ങൾ. പല വംശീയ വിഭാഗങ്ങളിലുള്ളവർ എന്റെ സഹയാത്രികരായുണ്ട്. നെതർലൻഡ്സിന് ധാരാളം കോളനികൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആഫ്രിക്കൻ നാടുകളിൽ നിന്നും മറ്റുമുള്ള ആളുകൾ ആ രാജ്യത്തുണ്ട്. ഇത് ബെൽജിയത്തിന്റെയും നെതർലൻഡ്സിന്റെയും അതിർത്തി പ്രദേശമാണ്. ധാരാളം ട്രക്കുകൾ ചരക്കുമായി നീങ്ങുന്നത് കാണാം. നെതർലൻഡ്സിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഭൂമിയുടെ വിനിയോഗവും അതിലൂടെയുള്ള അതിഗംഭീരമായ ഹൈവേകളുമാണ്. മറ്റുള്ള യാത്രികർക്കൊന്നും പുറത്തെ കാഴ്ചകളിൽ കൗതുകമില്ല. ഞാനാകട്ടെ അകത്തെയും പുറത്തെയും ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെതർലൻഡ്സിന്റെ ഭൂമിയിലൂടെയാണ് ഇപ്പോൾ ട്രെയിൻ പോകുന്നത്. സഹയാത്രികരിൽ ഉറക്കമല്ലാത്ത എല്ലാവരും മൊബൈൽ ഫോണിന്റെ ലോകത്താണ്. മുന്നിലെ സീറ്റിൽ ആരാണ് വന്നിരിക്കുന്നതെന്ന് അറിയുകയോ ശ്രദ്ധിക്കുകയോ ഇല്ല. ട്രെയിൻ യാത്രികർ തമ്മിൽ പണ്ട് രൂപപ്പെടാറുള്ള സൗഹൃദത്തെ ഹനിച്ചുകളഞ്ഞത് മൊബൈൽ ഫോൺ തന്നെയാണ്. ഗ്രാമങ്ങളും അവിടുത്തെ വീടുകളും വലിയ കൃഷിയിടങ്ങളുമെല്ലാം കണ്ടു തുടങ്ങി. സൗണ്ട് ബാരിയറാണ് പാളത്തിനരികിൽ ഇക്കാണുന്നത്. ട്രെയിനിന്റെ ശബ്ദം ഗ്രാമങ്ങൾക്ക് അലോസരമുണ്ടാക്കാതിരിക്കാൻ പാളങ്ങൾ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. സമ്പന്നതയുടെ അങ്ങേയറ്റത്തെത്തുമ്പോഴുള്ള പരിപാടിയാവാം. പൗരന്റെ സൗകര്യങ്ങൾ, അവരുടെ സ്വകാര്യത, അവരെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒഴിവാക്കൽ എന്നിവയിലെല്ലാം വലിയ ശ്രദ്ധ പുലർത്തുന്ന നാടുകളാണ് ഇതൊക്കെ. ക്ഷേത്രങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നുമുള്ള ഉച്ചഭാഷിണി പാട്ടുകളോ മോസ്കിൽ നിന്നുള്ള ബാങ്കുവിളിയോ യൂറോപ്പിലും അമേരിക്കയിലും എവിടെ നിന്നും കേൾക്കില്ല. നമ്മളൊക്കെ എന്നാണ് അത്തരം സംസ്കാരത്തിലേക്ക് എത്തുകയെന്നറിയില്ല. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാവരുടെയും ഉറക്കം കെടുത്തുക കൂടി വേണമെന്നാണല്ലോ നമ്മുടെ ചിന്ത. ട്രെയിൻ നെതർലാൻഡ്സ് അതിർത്തി കടന്നുള്ള ആദ്യത്തെ പ്രധാന പട്ടണത്തിലേക്കെത്തി. ബ്രെഡ എന്ന പട്ടണമാണിത്. ഒരു പള്ളി ഗോപുരം ദൂരെ കാണാം. അവിടെയായിരിക്കും പ്രധാന സ്ക്വയർ.
ധാരാളം കനാലുകളുണ്ട് ഇവിടെ. ജലഗതാഗതത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളാണത്. കനാൽ തീരത്തെ കെട്ടിടങ്ങൾ, റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഹോട്ടലുകൾ, സ്റ്റേഷന്റെ ഭാഗമായ കെട്ടിടങ്ങൾ. ബ്രഡ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറുകയാണ്. വൈകുന്നേരമായിരിക്കുന്നു. സ്റ്റേഷനിൽ വലിയ തിരക്കൊന്നും കാണുന്നില്ല. ബ്രഡായിൽ വണ്ടി നിന്നതോടെ കുറച്ചു പേർ കയറി വന്നു. അവർ തങ്ങളുടെ സീറ്റുകളിൽ സ്ഥാനം പിടിച്ചു. ബോഗിയിൽ നിന്നും കുറെ പേർ ഇറങ്ങിപ്പോയിട്ടുമുണ്ട്. ബ്രഡ ഒരു പ്രധാന പട്ടണമാണ്. നെതർലൻഡ്സിലെ പ്രാധാന്യമാർന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയ കേന്ദ്രവുമാണിവിടം. എന്റെ എതിർവശത്ത് ഹൾക്ക് എന്ന സിനിമാ കഥാപാത്രത്തെ പോലെ ഒരാളുണ്ട്. ക്യാമറ അങ്ങോട്ട് തിരിച്ചപ്പോഴേ അയാൾ ഉടക്കി. ട്രെയിൻ വീണ്ടും പുറപ്പെട്ടപ്പോഴുള്ള കൗതുകകരമായ കാര്യം നേരെ എതിർദിശയിലാണ് ഇപ്പോൾ ഓടുന്നതെന്നതാണ്. ബ്രഡ സ്റ്റേഷൻ ഒരു ടെർമിനലാണെന്നർത്ഥം. ഇവിടെ നിന്നിനി വന്ന വഴിയെ കുറേ ദൂരം തിരികെ പോയിട്ട് വേണം വടക്കോട്ടുള്ള യാത്ര തുടരാൻ. ആ വിധമാണ് ബ്രഡ സ്റ്റേഷന്റെ കിടപ്പ്. വീണ്ടും പിറകോട്ടായി എന്റെ യാത്ര. സീറ്റ് ഒഴിവ് വന്നപ്പോൾ മുൻപോട്ട് ദൃശ്യങ്ങൾ കിട്ടുന്നത് പോലെ ഞാൻ ഇരുന്നതായിരുന്നു. പക്ഷെ അത് പിന്നെയും തിരിഞ്ഞുപോയി. ബ്രഡായുടെ പട്ടണപ്രാന്തങ്ങളാണ് ഇതൊക്കെ. നെതർലൻഡ്സിലെ പ്രമുഖമായൊരു വ്യാവസായിക നഗരമാണ് ബ്രഡ. ഭക്ഷ്യോൽപാദന സംസ്കരണത്തിന് പേരുകേട്ട നഗരം. ചോക്ലേറ്റ്, ബിയർ, പഞ്ചസാര എന്നിവയുടെ വലിയ ഫാക്ടറികൾ ഈ നഗരത്തിലുണ്ട്. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ബ്രഡ. നിരവധി പുരാനിർമ്മിതികളും മ്യൂസിയങ്ങളുമെല്ലാമുള്ള നഗരം. ഡച്ച് സംസ്കാരത്തിലെ പ്രമുഖമായ ചില ആഘോഷങ്ങളുടെ വേദി കൂടിയാണ് ബ്രഡ. ബ്രഡ കാർണിവൽ പ്രശസ്തമാണ്. സഹയാത്രികരിൽ മിക്കവരും മൊബൈലിൽ മുഴുകിയിരിക്കുന്നു. ഇവിടെ നിന്നുമാണ് ട്രെയിൻ തിരിഞ്ഞു പോകുന്നത്. ഡച്ച് കൃഷിയിടങ്ങൾ കണ്ടു തുടങ്ങി. നമ്മുടെ കുട്ടനാടിന്റെ നേർപതിപ്പാണിവിടം. തോടുകൾ, ചെറുനദികൾ, അതിന്റെ തീരങ്ങളിൽ പണ്ട് ചതുപ്പായിരുന്ന പ്രദേശങ്ങൾ വെള്ളം വറ്റിച്ച് വലിയ കൃഷിയിടങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ഗോതമ്പും ഉരുളക്കിഴങ്ങും മറ്റനേകം കൃഷികളും വിളയുന്ന വയലുകൾ. നെതർലൻഡ്സ്, ഡച്ച്, ഹോളണ്ട് എന്നെല്ലാം അറിയപ്പെടുന്നത് ഒരേ രാജ്യം തന്നെയാണ്. ചെറിയൊരു രാജ്യമാണെങ്കിലും കൃഷിയിൽ വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുന്നു നെതർലൻഡ്സ്. ലോകത്തെ തീറ്റിപ്പോറ്റുന്ന നാടെന്ന വിശേഷണം തന്നെയുണ്ട് ഈ രാജ്യത്തിന്. കുട്ടനാട് കേരളത്തിന്റെ നെല്ലറ എന്ന് പറയും പോലെ നെതർലൻഡ്സ് ആണ് ലോകത്തിന്റെ നെല്ലറ. കൃഷി വളരെ ശാസ്ത്രീയമാണ് ഇവിടെ. പുതിയ പല ടെക്നോളജികളും ഇവർ ആവിഷ്കരിച്ചിരിക്കുന്നു. അക്കാണുന്നതെല്ലാം കൃഷിയിടങ്ങളാണ്. സമതല പ്രദേശമാണ് നെതർലൻഡ്സ്. മലമ്പ്രദേശങ്ങളോ പാഴ്ഭൂമിയോ ഇല്ല. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന ഭൂമിയാണ്. ഇവിടെ വെച്ച് ഹോളൻസ് ഡിയപ്പ് എന്നൊരു നദിയെ ക്രോസ് ചെയ്യുന്നു. വീതിയേറിയ നദിയാണ് ഹോളൻസ് ഡിയപ്പ്. യൂറോപ്പിലെ പ്രമുഖ നദികളായ റൈൻ, മ്യൂസ്, ഷെൽറ്റ് എന്നിവയുമായി ബന്ധമുണ്ട് ഹോളൻസ് ഡിയപ്പിന്. ഇവിടെ ഇതൊരു കായൽ പോലെ കിടക്കുകയാണ്. നദിയുടെ കരയിലെല്ലാം കൃഷിയിടങ്ങൾ തന്നെയാണ് കാഴ്ച. യൂറോപ്പിലെ ഏറ്റവും വലിയ കാർഷിക രാജ്യമാണ് നെതർലൻഡ്സ്. ലോകത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ 2ാം സ്ഥാനത്തുള്ളതും ഈ ചെറുരാജ്യം തന്നെ. ധാന്യങ്ങൾ, പഴങ്ങൾ, പുഷ്പങ്ങൾ, പാലും അനുബന്ധ ഉൽപ്പന്നങ്ങളും എന്നിങ്ങനെ നെതർലൻഡ്സിന്റെ കാർഷിക മേഖല വിപുലമാണ്. ഫലഭൂയിഷ്ഠമാണ് മണ്ണ്. നെതർലൻഡ്സിന്റെ കാർഷിക ടെക്നോളജി ലോകപ്രശസ്തമാണ്. സാധാരണയായി 1 ഹെക്ടർ കൃഷിയിടത്തിൽ നിന്നും 9 ടൺ ഉരുളക്കിഴങ്ങാണ് ലഭിക്കുന്നതെങ്കിൽ ഇവിടെ അത് 20 ടണ്ണാവുന്നു. കാർഷിക രംഗത്ത് നിരന്തരമായ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നെതർലൻഡ്സ്. ട്രെയിൻ റോട്ടർഡാം സിറ്റിയിലേക്കെത്തി. നെതർലൻഡ്സിലെ 2ാമത്തെ വലിയ നഗരമാണ് റോട്ടർഡാം. ആംസ്റ്റർഡാം കഴിഞ്ഞാൽ പിന്നെയുള്ള വലിയ പട്ടണം. റോട്ടർഡാം സ്റ്റേഷനിലേക്ക് വണ്ടി പ്രവേശിച്ചു. അതിവിപുലമായൊരു സ്റ്റേഷനാണ്. നെതർലൻഡ്സിലെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് റോട്ടർഡാമിലേത്.
പ്രതിദിനം 100,000-ലേറെ ആളുകൾ ഈ സ്റ്റേഷനിലെത്തുന്നുണ്ടെന്നാണ് കണക്ക്. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 10 മിനിറ്റ് നേരം അവിടെ വണ്ടി നിർത്തിയിട്ടു. പിന്നെ യാത്ര തുടർന്നു. വന്ന ദിശയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നിന്നും എസ്കലേറ്റർ ഇറങ്ങി വേണം റോട്ടർഡാം സ്റ്റേഷന്റെ പ്രധാന ഭാഗത്തേക്ക് എത്താൻ. 1847-ൽ പ്രവർത്തനം തുടങ്ങിയ സ്റ്റേഷനാണിത്. പഴയൊരു വാണിജ്യ നഗരമാണ് റോട്ടർഡാം. ഒരു തുറമുഖ നഗരം. നോർത്ത് സീയുമായി ചേർന്ന് കിടക്കുന്ന യൂറോപ്പിലെ ഇത്തരം നഗരങ്ങളെല്ലാം പഴയകാലത്ത് വലിയ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നുവല്ലോ. കോളനിവൽക്കരണത്തിന്റെ കാര്യത്തിൽ മുൻപന്മാരാണ് ഡച്ചുകാർ. ഇന്ത്യയിൽ വരെ എത്തി കോളനി സ്ഥാപിച്ചവരാണിവർ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്വാധീനം ശക്തമാക്കുന്നതിന് മുൻപ് തന്നെ അവിടം കേന്ദ്രീകരിച്ച് ഡച്ചുകാർ വാണിജ്യം തുടങ്ങിയിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തും ഡച്ച് കോളനികൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നെല്ലാമുള്ള വലിയ സമ്പത്ത് നെതർലൻഡ്സ് എന്ന രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മുൻപ് തന്നെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യൂറോപ്പും ഏഷ്യയുമായുള്ള വാണിജ്യബന്ധത്തിന്റെ പ്രമുഖമായൊരു കണ്ണിയായിരുന്നു. പിന്നീടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വലിയ സ്വാധീനം നേടുന്നത്. കോളനിക്കാലം മുതലേ വാണിജ്യം, വ്യവസായം, അതുവരെ ആരും പിന്തുടരാത്ത ആശയങ്ങൾ എന്നിവയിലെല്ലാം ഡച്ചുകാർ മുൻപേ നിന്നു. കൃഷി നടക്കാത്ത ഇടങ്ങളിൽ വലിയ ഡയറി ഫാമുകൾ പ്രവർത്തിക്കുന്നു. കൂടിയ തോതിൽ പാൽ ഉൽപാദന ശേഷിയുള്ളവയാണ് ഡച്ച് പശുക്കൾ. ഗ്രീൻ ഹൗസുകളുടെ വലിയ നിരയാണ് കാഴ്ചയിൽ. പ്രതികൂല കാലാവസ്ഥയെ മറികടക്കാൻ വമ്പൻ ഗ്രീൻ ഹൗസുകൾ തന്നെ പണിതുവച്ചിരിക്കുന്നു. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പൂക്കളുടെയും കൃഷി ഇത്തരം ഗ്രീൻ ഹൗസുകളിലാണ് നടക്കുന്നത്. ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ലോകത്തിന്റെ ഏതു കോണിലും എത്തുന്നുണ്ട്. ഇക്കാണുന്നതെല്ലാം പച്ചക്കറി കൃഷി ചെയ്യുന്ന ഗ്രീൻ ഹൗസുകളാണ്. തക്കാളി, കുക്കുംബർ, ക്യാബേജ് തുടങ്ങിയവയുടെ വലിയ കൃഷിയിടങ്ങൾ. 10,000-കണക്കിന് ഏക്കറിൽ ഈ വിധം പന്തൽ ചുവട്ടിൽ കൃഷി നടക്കുന്നത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും വിമാനത്തിൽ നെതർലാൻഡ്സിൽ ലാൻഡ് ചെയ്യുമ്പോഴുമെല്ലാം കാണാം. സാങ്കേതിക വിദ്യയാണ് നെതർലൻഡ്സിന് കാർഷിക രംഗത്ത് ലോകത്ത് തന്നെ 1-ാം സ്ഥാനം നേടിക്കൊടുക്കുന്നത്. ഇക്കാണുന്ന പ്രദേശങ്ങളെല്ലാം ഒരു കാലത്ത് വെള്ളത്തിനടിയിലായിരുന്നുവെന്നോർക്കണം. സമുദ്രനിരപ്പിൽ നിന്നും താഴെയുള്ള ഭൂപ്രദേശമാണിത്. ബണ്ടുകൾ നിർമ്മിച്ചും വെള്ളം പമ്പ് ചെയ്ത് കനാലുകൾ വഴി കടലിലേക്ക് ഒഴുക്കിയുമാണ് ഡച്ചുകാർ തങ്ങളുടെ കൃഷിഭൂമി രൂപപ്പെടുത്തിയത്. ദൈവം ലോകത്തെ സൃഷ്ടിച്ചെങ്കിൽ ഡച്ചുകാർ നെതർലൻഡ്സിനെ സൃഷ്ടിച്ചു എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. വെള്ളത്തിനടിയിൽ കിടന്ന ഒരു പ്രദേശത്തെ കൃഷിക്കും ജനവാസത്തിനും വേണ്ടി യോഗ്യമാക്കിയെടുക്കുകയായിരുന്നു അവർ. പഴയകാലത്ത് വിൻഡ് മില്ലുകൾ ഉപയോഗിച്ചാണ് താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളഞ്ഞിരുന്നത്. ഇപ്പോൾ വൈദ്യുതി ഉപയോഗിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ജലം കനാലുകളിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല നദികൾ കൊണ്ടുവന്ന എക്കൽ ഇവിടെ ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ അടിഞ്ഞുകിടക്കുന്നുണ്ട്. പുതിയ കാലത്ത് മണ്ണിന് വലിയ ദോഷം ചെയ്യാത്ത രാസവളങ്ങളും കീടനാശിനികളുമെല്ലാം ഇവർ വ്യാപകമായി ഉപയോഗിക്കുന്നു. പൂർണ്ണമായും യന്ത്രവൽകൃതമാണ് നെതർലൻഡ്സിലെ കൃഷി. നിലമൊരുക്കുന്നതിനും വിളകൾ നടുന്നതിനും വിളവെടുക്കുന്നതിനുമെല്ലാം ഏറ്റവും ആധുനികമായ യന്ത്രങ്ങളുണ്ട്. അതിൽ മിക്കതും ഇന്നാട്ടുകാർ തന്നെ വികസിപ്പിച്ചെടുത്തതുമാണ്. രസകരമായ കാര്യം നെതർലൻഡ്സിലെ വയലുകൾ ഉഴുന്ന യന്ത്രങ്ങളിൽ മിക്കതിലും ഡ്രൈവർ ഉണ്ടാവില്ല എന്നതാണ്. വിദൂര നിയന്ത്രിത സംവിധാനങ്ങൾ ഉപയോഗിച്ച് മറ്റെവിടെയെങ്കിലും ഇരുന്നാണ് ഓപ്പറേറ്റർ അതിനെ നിയന്ത്രിക്കുക. ഏഷ്യയിലും ആഫ്രിക്കയിലും അമേരിക്കയിലുമെല്ലാം ഡച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾ വൻതോതിൽ എത്തുന്നുണ്ട്. കാർഷികാനുബന്ധ വ്യവസായങ്ങൾ ഇവിടുത്തെ ചെറുഗ്രാമങ്ങളിൽ പോലും കാണാം. നെതർലൻഡ്സിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 30% മുഴുവൻ സമയവും കൃഷി നടക്കുന്നവയാണ്.
ഇക്കാണുന്നതെല്ലാം കാർഷിക മേഖലയ്ക്ക് അനുബന്ധമായ വ്യവസായശാലകളാണ്. ആ കാഴ്ചകളെല്ലാം അത്ഭുതത്തോടെ ഞാൻ കണ്ടിരുന്നു. മറ്റു സീറ്റുകളിലുള്ളവർക്ക് പുറത്തെ കാഴ്ചകളിലൊന്നും ഒരു താല്പര്യവുമില്ല. മറ്റൊരു സ്റ്റേഷനിലേക്ക് വണ്ടി എത്തിയിരിക്കുന്നു. ഷിഫോൾ റെയിൽവേ സ്റ്റേഷനാണ്. ആംസ്റ്റർഡാമിലെ അന്താരാഷ്ട്ര വിമാനത്താവളമായ ഷിഫോൾ എയർപോർട്ടിനോട് ചേർന്നുള്ള റെയിൽവേ സ്റ്റേഷൻ. 1995 ഇത് പ്രവർത്തനം തുടങ്ങിയത്. ഹൈസ്പീഡ് ട്രെയിനുകൾ വരെ നിർത്തുന്ന സ്റ്റേഷൻ. അവിടെ കുറെ പേർ ട്രെയിനിൽ നിന്നിറങ്ങി, കുറച്ചു പേർ കയറി വരികയും ചെയ്തു. ഫ്ലൈറ്റിൽ നിന്നിറങ്ങി സിറ്റിയിലേക്ക് പോകുന്ന ആളുകളാണിത്. ഈ ട്രെയിൻ പിടിച്ചാൽ അടുത്ത ദിവസം എനിക്ക് എയർപോർട്ടിലേക്ക് എത്താമെന്ന് മനസ്സിലായി. ടാക്സി പിടിക്കേണ്ടതില്ല. ഷിഫോൾ എത്തുന്നതോടെ ആംസ്റ്റർഡാമിന്റെ പ്രാന്തഭാഗത്തേക്ക് തന്നെയാണ് അടുക്കുന്നത്. റെയിൽവേ ലൈനും ഹൈവേകളുമെല്ലാം കാണാം. സൂര്യൻ പടിഞ്ഞാറ് ചായാനൊരുങ്ങുന്നു. സിറ്റിക്കകത്തു തന്നെ പല റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ഇതൊക്കെ സബർബൻ സ്റ്റേഷനുകളാണ്. എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള സ്റ്റേഷനുകൾ. നെതർലൻഡ്സിലെ ഏറ്റവും വലിയ പട്ടണമാണ് ആംസ്റ്റർഡാം. കനാലുകളുടെ ഓരത്ത് രൂപപ്പെട്ട പട്ടണം. ഇവിടുത്തെ കനാലുകളുടെയും ജലാശയങ്ങളുടെയും ബാഹുല്യം കാണാനിരിക്കുന്നതേയുള്ളൂ. വെള്ളത്തിൽ വരമ്പ് വെച്ചതുപോലുള്ള തിട്ടകളിലാണ് ഈ നഗരം തന്നെ രൂപം കൊണ്ടിരിക്കുന്നത്. കൊച്ചിയും മറ്റും പ്രളയം നേരിടുമ്പോൾ അതിനെ മറികടക്കാൻ നമുക്ക് മാതൃകയാക്കാവുന്ന ഇത്തരം എത്രയോ പട്ടണങ്ങളുണ്ട്. ഇവിടെ നിന്നും ഇവരുടെ സാങ്കേതിക വിദ്യകൾ പഠിച്ചാൽ മാത്രം മതി. അതല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഒരു വിദഗ്ധനെ വരുത്തിയാൽ മതി. ഈ റെയിൽവേ സ്റ്റേഷനും അതിലെ ട്രാക്കുകളുമെല്ലാം കാണുമ്പോൾ ഇതൊരു വരണ്ട നഗരമാണോ എന്ന് തോന്നും. അതിമനോഹരമായൊരു പട്ടണം തന്നെയാണ് ആംസ്റ്റർഡാം. ആംസ്റ്റർഡാം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ അടുക്കുകയാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനാണ് ആംസ്റ്റർഡാം സെൻട്രൽ. അത് നഗരമധ്യത്തിലായതുകൊണ്ട് മറ്റു ഭാഗങ്ങളിലേക്കെല്ലാം പോകാൻ എളുപ്പമാണ്. സ്റ്റേഷന് സമീപത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ എനിക്ക് ഈ സ്റ്റേഷനിലേക്ക് വരേണ്ടതുമാണ്. സ്റ്റേഷന്റെ മുന്നിലാണ് നഗരത്തിന്റെ പ്രാധാന്യമാർന്ന ഒരു ഭാഗം തന്നെ. ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തിയിരിക്കുന്നു. ഇന്റർനാഷണൽ റെയിൽവേ ഹബ് എന്ന നിലയിലും ആംസ്റ്റർഡാം സെൻട്രൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. വണ്ടി നിന്നു. ഇതിന്റെ അവസാന സ്റ്റേഷനാണ്. അതിനാൽ ബോഗിയിൽ അവശേഷിച്ച എല്ലാവരും ഇറങ്ങുകയാണ്. ഞാനും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. സാമാന്യം തണുപ്പുണ്ട് ഇവിടെ. പ്ലാറ്റ്ഫോമിലൂടെ നടന്ന് ഒരിടത്തു നിന്നും ഇനി ഭൂമിക്കടിയിലേക്ക് ഇറങ്ങണം. 1839 സ്ഥാപിതമായ റോട്ടർഡാം ആംസ്റ്റർഡാം ചരിത്ര റെയിൽവേ ലൈനിലെ ഒരു പ്രധാന സ്റ്റോപ്പായിരുന്നു ഇവിടം. അത് വളർന്നാണ് ഇപ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും തിരക്കേറിയ സ്റ്റേഷനുകളിലൊന്നായി മാറിയിരിക്കുന്നത്. 8 ഇന്റർനാഷണൽ റൂട്ടുകളും 22 നാഷണൽ റൂട്ടുകളും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. 7:40 ആയിരിക്കുന്നു സമയം. 5:44 ഞാൻ ട്രെയിനിൽ കയറിയതാണ്. അരമണിക്കൂർ വൈകിയിരിക്കുന്നു. ഇവിടെ എവിടെയോ ഭൂമിക്കടിയിലേക്ക് ഒരു എസ്കലേറ്റർ ഉണ്ട്. അത് നോക്കിയാണ് ഞാൻ നടക്കുന്നത്. ഒടുവിൽ അത് കണ്ടുപിടിച്ചു. ഭൂമിക്കടിയിലാണ് സ്റ്റേഷന്റെ ഒരു പ്രധാന ഭാഗം. അത് അവിടേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴേ മനസ്സിലാകൂ. വിസ്തൃതമായ ഒരു ലോകം തന്നെയാണ്. ഞാൻ പെട്ടെന്നു തന്നെ പുറത്തേക്കിറങ്ങി. ഇതാണ് സ്റ്റേഷന്റെ മുൻഭാഗം. ചരിത്രപ്രസിദ്ധമായ ആംസ്റ്റർഡാം സെൻട്രൽ. ഡാം റാക്ക് എന്നാണ് ആ സ്ട്രീറ്റിന്റെ പേര്. സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് പുറപ്പെടുന്ന വലിയൊരു സ്ട്രീറ്റാണ് ഡാം റാക്ക്. ആ സ്ട്രീറ്റിന്റെ ഓരത്താണ് മുറിയെടുത്തിരിക്കുന്ന ഹോട്ടൽ. അവിടേക്ക് നടക്കുമ്പോൾ ആംസ്റ്റർഡാമിന്റെ ഭൂപ്രകൃതി കാണാം.
കനാലുകളും തോടുകളും ജലാശയങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലം. അതിൽ ഓരോരോ തുരുത്തുകളിലാണ് കെട്ടിടങ്ങളും സ്ട്രീറ്റുകളുമെല്ലാം. ഓരോ ചിറയിലും റെസ്റ്റോറന്റുകളും ബോട്ട് പിയറുകളുമെല്ലാം ഉണ്ട്. നല്ല ബോട്ടുകൾ പിയറിനോട് അടുത്തു കിടക്കുന്നു. കനാലുകളിലൂടെ പതിവായി ക്രൂസ് നടത്തുന്ന ബോട്ടുകളാണ്. ആംസ്റ്റർഡാമിലെ കനാലുകൾ തന്നെ ലോകപ്രസിദ്ധമാണല്ലോ. നൂറുകണക്കിന് കനാലുകളുണ്ട് ഇവിടെ. അതിലൂടെയൊക്കെ ബോട്ടിൽ യാത്ര ചെയ്യാം. ഇക്കാണുന്നത് ഇവിടുത്തെ സെയിന്റ് നിക്കോളാസ് കാത്തലിക് ബസിലിക്കയാണ്. ധാരാളം ശില്പങ്ങളും ചിത്രങ്ങളും കലാമൂല്യമുള്ള വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്ന ദേവാലയം. യൂറോപ്പിലെ പുരാതന ദേവാലയങ്ങളെല്ലാം ആ വിധം തന്നെയാണ്. കുറെ ആളുകൾ സൈക്കിളിൽ കടന്നു പോകുന്നു. യൂറോപ്പിന്റെ ഒരു കൾച്ചർ തന്നെയായി മാറിയിരിക്കുകയാണ് സൈക്കിൾ യാത്രയും നടത്തവും. കാറിൽ പോകുന്നവരെ അപൂർവമായി മാത്രമേ കാണാനാവൂ. മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ അന്വേഷിച്ച് ഞാൻ നടത്തം തുടർന്നു. ഈ വഴിയിലൂടെ നേരെ നടന്നാൽ അവിടെ എത്താമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്.